മെൻസ് കമ്മീഷൻ എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുവരികയാണ്. അതിൽ സത്യസന്ധമാർന്ന ഒരുപാട് കേസുകൾ വിജയിക്കാൻ കൂടുതൽ സാധ്യത ഈ വർഷമുണ്ട്. ദൈനംദിന ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ രീതികൾക്കും റിസൾട്ട് എടുക്കാനുള്ള ഒരു വർഷമാണ് ഈ വർഷം. തെറ്റ് ചെയ്യുന്നവർക്ക് അത് പിടിക്കപ്പെടും. ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്ന, ഏറ്റവും ജനങ്ങളുടെ സേവനം കൃത്യമായി എത്തിക്കുന്ന കോർപ്പറേറ്റുകൾ, അവർക്ക് വളരെ നല്ല രീതിയിൽ വരാനുള്ളൊരു. ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. വാസ്തുപരമായി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആസ്ട്രൽ തങ്കച്ചൻ സാറും നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിന് നമുക്ക് വെൽക്കം ചെയ്യാം. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത്. ഒരുപാട് നേരം വൈകിപ്പോയി. സാറിന് തിരക്കായിരുന്നോ? തിരക്കായിരുന്നു. കാരണം എല്ലാ വർഷവും നമുക്ക് വേറൊരു പതിവുണ്ട്, ഈ പുതുവർഷത്തിന്റെ ഒരു പ്രഡിക്ഷൻ വെക്കുന്ന ഒരു പരിപാടി. അതെ, എല്ലാ വർഷവും നമ്മളൊരു പ്രഡിക്ഷൻ വെക്കാറുണ്ട്. ഈ മാസം ഇതിപ്പോ മാസം കഴിയാറായി, താമസിച്ചു പോയി. ഈ വർഷത്തെ എന്താണ് ഒരു പ്രഡിക്ഷൻ? എന്താണ് ഈ വർഷത്തെ ഒരു പ്രഡിക്ഷൻ? തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രഡിക്ഷനാണ്. കഴിഞ്ഞ വർഷം ഞാൻ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനു മുമ്പ് ഭക്തിമാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം വളരെ മനോഹരമായ മറ്റൊരു പ്രഡിക്ഷനാണ് എന്നീ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ വർഷം സൂര്യൻ്റെ വർഷമാണ്. കഴിഞ്ഞത് ചൊവ്വയാണെങ്കിൽ ഈ വർഷം സൂര്യൻ്റെ വർഷമാണ്. അപ്പോൾ സൂര്യൻ്റെ വർഷത്തിൽ നടക്കാൻ പോകുന്ന മികവുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും സൂര്യൻ്റെ വർഷമായ 2026 എല്ലാ പ്രേക്ഷകർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, അവരുടെ കുടുംബങ്ങൾക്കും, അവരുടെ പരിസര, ബന്ധു, സൗഹൃദ, തൊഴിൽ, എല്ലാ മേഖലകളിലും എല്ലാവിധ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ്റെ വർഷമാണ്. സൂര്യൻ്റെ വർഷത്തിൽ ഈ വർഷം കൂടുതലും നടക്കാനുള്ള സാഹചര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഒരു കഥ പോലെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും കുറച്ച് ആൾക്കാർ, ഒരു 100-200 ആൾക്കാർ ഒരു വലിയൊരു ഇരുട്ട് പടർന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. പരസ്പരം ആർക്ക് നിങ്ങൾക്ക് പരസ്പരം കാണാനോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ ചെയ്ത് ആ ഇരുട്ടിൽ തന്നെ അങ്ങനെ തപ്പി നിൽക്കുക. അപ്പോൾ മോഷണ സ്വഭാവമുള്ള ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് മോഷണത്തിന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുടെയോ മറ്റു വസ്തുക്കളെയോ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി അതിൻ്റെ പരിശ്രമങ്ങളിലായിരിക്കാം. ഒരു ഇരുണ്ട വെളിച്ചം. പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിരിക്കാം. ഉറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതായിരിക്കാം. മറ്റും കിട്ടുന്ന കുറവ് വെളിച്ചത്തിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നും എന്തെങ്കിലും ഓരോരുത്തരും അവരവർക്ക് അറിയാവുന്ന ജോലികളിൽ വ്യാപൃതരായിരിക്കാം. പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വരികയാണെങ്കിൽ അവിടെ നിന്ന് ഓരോരുത്തർ ചെയ്യുന്നത് എന്താണെന്ന് വെളിപ്പെടും. അതിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. മോഷണ സ്വഭാവമുള്ള ആൾക്കാർ പരിസരത്തിൽ മോഷണത്തിനെ കുറിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ അവർ പിടിക്കപ്പെടും. ഇപ്പോൾ ചിലപ്പം ഒരു സൗഹൃദങ്ങളിലോ സെക്സിലോ എനി ആക്ടിവിറ്റീസ് എന്ത് ചെന്ന് വെളിച്ചം വരുമ്പം അത് പുറത്തു വരും, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എന്തിൻ്റെയും ഫലങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു മോശം രീതികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വരുമ്പോൾ അവരവിടെ അറിയപ്പെടുന്നു, അവർ ചെയ്തത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ ഈ വെളിച്ചത്തിനെയാണ് ഞാൻ സൂര്യനെന്ന് ഉദ്ദേശിക്കുന്നത്, സൂര്യൻ്റെ വർഷം. അപ്പം നമ്മളുടെ ദൈനംദിന ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ രീതികൾക്കും റിസൾട്ട് എടുക്കാനുള്ളൊരു വർഷമാണ് ഈ വർഷം. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് അത് പിടിക്കപ്പെടും. ഏറ്റവും നല്ല പരിശുദ്ധമായും നല്ല മനസ്സോടെയും നല്ല ജീവിത മാർഗവും ഉള്ളവർക്ക് വളരെ അനുകൂല അവസ്ഥ വരാൻ പോകുന്ന ഒരു വർഷമാണ്. ന്യായവിധി അത് സൂര്യനാണ്. സൂര്യൻ്റെ പ്രകാശം വന്നെത്തുന്ന വർഷങ്ങളിൽ മറവുകളിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം പിടിക്കപ്പെടും. യാഥാർത്ഥ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ജീവിതങ്ങൾ ഇവർക്ക് ഇനിയും മുന്നേറ്റം ഉണ്ടാവും. റിസൾട്ട് എടുക്കുന്ന വർഷമായിട്ട് പൊതുവെ കാണാം. എന്ത് ചെയ്തു അതിൻ്റെ റിസൾട്ട്, തെറ്റാണെങ്കിൽ അതിൻ്റെ അനുഭവിക്കണം, ശരിയാണെങ്കിൽ അതിൻ്റെ മുന്നേറ്റം. ഇത് സാധാരണ ജനജീവിതങ്ങൾക്കുള്ളിൽ നടക്കുന്നത്. രണ്ടാമത്, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായി ഏറ്റവും നല്ല രാഷ്ട്രീയം എന്ന് വെച്ചാൽ നല്ലതാണ്.
ഇപ്പൊ രാഷ്ട്രീയം ചാക്കട എന്ന് പറയുന്നുണ്ട്, മോശം എന്ന് പറയുന്നത് അല്ല. രാഷ്ട്രീയം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഏറ്റക്കുറവുകളാണ് ചില ഭാഗത്തത് മോശം രീതിയിൽ വർണ്ണിക്കപ്പെടുന്നതും ചില ഭാഗങ്ങളിൽ നല്ല രീതിയിൽ വർണ്ണിക്കപ്പെടുന്നതും. പക്ഷെ രാഷ്ട്രീയം എന്നുള്ളത് സൂര്യനാണ്. അരസ്, അധികാരം, ഗവൺമെന്റ്, ഇതൊക്കെ എല്ലാം സൂര്യനാണ്. അപ്പോൾ അതിനെ നിയോഗിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ സത്യസന്ധതയും ജന താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളായിരുന്നാലും ശരി, രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നാലും ഏറ്റവും നല്ല രീതിയിൽ മികവാർന്ന് വരാനുള്ള ഒരു വർഷമാണ് ഈ വർഷം. കോർപ്പറേറ്റ് ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്ന, ഏറ്റവും ജനങ്ങളുടെ സേവനം കൃത്യമായി എത്തിക്കുന്ന കോർപ്പറേറ്റുകൾ, അവർക്ക് വളരെ നല്ല രീതിയിൽ വരാനുള്ളൊരു വർഷമാണത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം പറയാം, ഇപ്പം ഇപ്പം മെൻസ് കമ്മീഷനൊക്കെ വന്നു തുടങ്ങി. അത് വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ ഇങ്ങനെ ഞാൻ തിരിച്ചു പറയുകയല്ല. പക്ഷേ മെൻസ് കമ്മീഷൻ എന്നുള്ളത് ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ കേട്ടുവരികയാണ്. മനസ്സിലായി? അതിൽ സത്യസന്ധമാർന്ന ഒരുപാട് കേസുകൾ വിജയിക്കാൻ കൂടുതൽ സാധ്യത ഈ വർഷമുണ്ട്. സത്യസന്ധമാണ് കേസ്, കള്ളക്കേസുകളല്ല കേട്ടോ. കാരണം സൂര്യനാണ്, വെളിച്ചം വരുന്നു, അവിടെ വെളിച്ചം എത്തുമ്പോൾ അവിടെ പിടിക്കപ്പെടും. മനസ്സിലായി? ഇരുട്ട് മാറി വെളിച്ചം വരുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പലതും പിടിക്കപ്പെടും. അതാണ് രത്ന ചുരുക്കം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് തന്നെ യുദ്ധങ്ങളെ കുറിച്ച് കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു. അധികാര കേന്ദ്രങ്ങൾ നിലയുറയ്ക്കും ഈ വർഷം. പോസിറ്റീവായിട്ടുള്ള കൃത്യതയാർന്ന ശരി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും ഇത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നൊരു വർഷമാണ്. ഇതിനോടൊപ്പം വീടുകളിൽ കിഴക്കടഞ്ഞ വീടുകൾ കൂടുതൽ ബാധിക്കപ്പെടും ഈ വർഷം. കിഴക്കടയുന്നതെന്ന് വെച്ചാൽ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കിഴക്കടയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കിഴക്ക് മുഖമായ വീടുകൾ, കിഴക്ക് മുഖമില്ലാത്ത വീടുകളായിരുന്നാലും കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്കോട്ട് ചേരുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വളരെ കൃത്യമായി ഒരു ഡോറോ ജനലോ ഉണ്ടായിരിക്കണം. കാരണം സൂര്യൻ്റെ വർഷമോ, എൻ്റെ മുഴുവൻ തേജസ്സും നമുക്ക് സൂര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു 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 1-ാം തീയതി ജനിച്ച ആൾക്കാർ, 1-ാം തീയതി മീൻസ് 1, 10, 19, 28 ഈ 4 ദിവസം 1-ാം തീയതി ഗണങ്ങളിൽ ജനിക്കാൻ പറ്റുള്ളൂ. അവര് ഒരു മഞ്ഞ എന്നുള്ളൊരു കളറിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. പോക്കറ്റിലൊരു പേനയാണെങ്കിൽ പോലും ഒരു മഞ്ഞ, കയ്യിലൊരു കർച്ചി, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു മഞ്ഞ, ഇപ്പൊ മഞ്ഞ ഷർട്ടിട്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മഞ്ഞ കളറ് അവർക്ക് കൂടുതൽ ഫേവർ ചെയ്യും ഈ വർഷം. മഞ്ഞയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരാൻ പോകുന്ന ഒരു വർഷമാണ് ഈ വർഷം. മനസ്സിലായില്ലേ? മഞ്ഞയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരാൻ പോകുന്നത് കടന്ന് ആരും ചിന്തിക്കേണ്ട. മഞ്ഞ കളറിനെ കുറിച്ച് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിലൊരു മഞ്ഞയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ മഞ്ഞ കളറിന് കൂടുതൽ പ്രാധാന്യം വരാൻ പോകുന്നൊരു വർഷമാണ് ഈ വർഷം. മനസ്സിലായി? പിന്നെ എല്ലാ നല്ല ചിന്താഗതിക്കാർക്കും അവരുടെ അധ്വാനത്തിൻ്റെ സമാന്തരമായി അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. കാരണം സൂര്യൻ്റെ വർഷമാണ്. സൂര്യൻ എന്ന് വെച്ചെങ്കിൽ തന്നെ മറ മാറ്റി വെളിച്ചത്തിനെ കൊണ്ടുവരുന്നു. വെളിച്ചം വരുന്നത് എപ്പോഴും ഓപ്പൺ ടു ഓപ്പൺ, സ്ട്രേറ്റ് ഫോർവേഡ്സ്. ഇതിനൊക്കെ എല്ലാവർക്കും വളരെ ഫേവറായിരിക്കും. കൂടുതലും ഇത്രയ്ക്ക് മുഖ്യമായിട്ടുള്ള പ്രഡിക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ 2026 സാധ്യത അന്വേഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഏറ്റവും നല്ല ആശംസകളും. സാറിന്റെ ക്ലാസ് ഇപ്പം വരും ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഓക്കെ, കഴിഞ്ഞ 3, 4 അതായത് ജനുവരി 3-ാം തീയതി 4-ാം തീയതിയും എറണാകുളത്ത് വെച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് എൻക്വയറി, ഇപ്പം എനിക്ക് ട്രിവാൻഡ്രം, കോഴിക്കോട്, എറണാകുളമൊക്കെ എവിടെ വേണമെങ്കിൽ പോകാം. പക്ഷേ കൂടുതൽ എൻക്വയറി അങ്ങോട്ട് വരുന്നു. അവിടെ അനുസരിച്ച് എല്ലാവർക്കും വന്നെത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. ക്ലാസ്സൊക്കെ നന്നായിട്ട് പോയി. കൂടുതൽ ആൾക്കാർ ഇനിയും വിളിക്കുന്നുണ്ട്. അപ്പം അത് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച സ്ഥിതിക്ക് ആ ക്ലാസ്സിന്റെ ചെറിയ പാർട്ട് നമുക്കിടാം. അപ്പം ഈ ക്ലാസ്സിന് മാത്രമേ വിളിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊരു ഇതെന്താണ് ഇതിൻ്റെ സ്റ്റൈൽ, അല്ലെങ്കിൽ അവരെല്ലാം ഈ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ മരണച്ചുറ്റ്, ഇതാണ് വാസ്തുവിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ആൾക്കാർ ഇതേക്കുന്നവരെ മനസ്സിലുള്ളൂ. ഒരിക്കലും അതല്ല. അളവുകൾ വാസ്തുവിന് ആവശ്യമേ ഇല്ല. അളവുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല വാസ്തു. അപ്പോൾ വാസ്തുവിന് ദീർഘദൂരം നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. വാസ്തു റിസൾട്ട് ഉടനെ എടുക്കാൻ നിങ്ങൾക്ക്. വാസ്തു രീതികളിൽ നിങ്ങൾ ഒരു പഴയ വീട് റിനോവേറ്റ് ചെയ്ത് വാസ്തു രീതിയിലാക്കുമ്പോഴും അതിന് നിങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് എടുക്കാൻ പറ്റും. എന്തിനാ നിങ്ങളുടെ സ്കിന്നിൽ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുഖത്തിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് വാസ്തു. ഈ ക്ലാസ് ശരിക്കും ഞാൻ ഈ പറയുന്ന അളവുകൾ, ബ്രഹ്മസൂത്രം, മരണച്ചുറ്റ്, അംശം, കോല്,
ഇതൊന്നുമല്ല. വാസ്തു സൂര്യപ്രകാശവുമായി ബന്ധപ്പെടുന്ന ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപക്ഷെ ഇത് ഒരു പുതിയൊരു അറിവുകൾ, പഴയ അറിവുകളാണ്. പക്ഷേ ഇതിപ്പോൾ കേരളത്തിൽ അധികം കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതലും ഒരു വീട്ടിൽ ഒരാളെങ്കിലും വാസ്തുവിന്റെ ബേസ് അറിഞ്ഞിരിക്കണം. കാരണം അവർക്ക് ആ വീടിന്റെ ദിശ കാണിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വിശ്വാസങ്ങളുമായി വാസ്തുവിനെ നിങ്ങൾ കാണരുത്. വിശ്വാസം വേറെ, വാസ്തു വേറെ. ഇപ്പോൾ ഞാൻ എവിടെ ഒരു വീട്ടിൽ നിന്ന് സംസാരിച്ചു. ഒരു ഇച്ചിരി അവിടെ ഏലം ഉണ്ടായിരുന്നു, കാപ്പി. അത് വെയിലുള്ള സ്ഥലത്തെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി വെക്കണം. വെയിൽ വരുന്ന സ്ഥലത്താണ് നമ്മൾ ആ കാപ്പി. അപ്പൊ അവരോട് പറഞ്ഞു, ഈ കാപ്പി നിങ്ങൾ വീട്ടിനകത്ത് ഒരു വിരിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഉണക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടു പോവുക. വെയിലുള്ള സ്ഥലത്ത് ഉണങ്ങാൻ വയ്ക്കാം. അതേപോലെ ഈ വെയില് എന്നുള്ളത് പ്രഭാത കിരണങ്ങൾക്ക്, കിരണം പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു 11-12 മണി വരെ ഉണ്ടാകുന്ന വെയിലുകൾക്ക് നമ്മുടെ വീടുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അത്തരം ദിക്കുകളിൽ ഈ പ്രകാശവും കാറ്റും വെളിച്ചവും കടന്നു വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, വാതിലോ ജനലോ. പക്ഷെ ഇവിടെ ഒരു ടെക്നീഷ്യന്റെ ആവശ്യം എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴികളിലൂടെയാണ് നമ്മൾ വീട് കെട്ടുന്നത്. അപ്പോൾ ഡിഗ്രി മാറ്റം സംഭവിക്കും. അപ്പം എത്ര ഡിഗ്രിയിൽ ആ വീട് നിൽക്കുന്നു എന്നുള്ളത് പരിശോധിച്ച് എത്ര ഡിഗ്രിയിൽ നിന്നും എത്ര ഡിഗ്രിയിൽ എന്തൊക്കെ വേണം, വാതിൽ, ജനൽ, പടി, ഹൈറ്റ്, വെയിറ്റ്, വാട്ടർ, കുഴി, ഇതൊക്കെ എല്ലാം ഇതിനുള്ളിലുള്ള രഹസ്യങ്ങളാണ്, രത്ന ചുരുക്കങ്ങളാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യന്റെ ആവശ്യം വരും. പക്ഷേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതൊരു ക്ലാസ് കൊണ്ടുള്ള ഉപയോഗം. എല്ലാവരും ഒരു ബേസ് വാസ്തു നോളജ് അറിഞ്ഞിരിക്കണം. ഇതാണ് ക്ലാസ് കൊണ്ടുള്ള ഒരു ഉപയോഗം. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് എടുക്കാം. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയാണെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇടുക. എൻ്റെ പേര് അനീഷ് എന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോൾ തങ്കച്ചൻ സാറിൻ്റെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഒരു കൗതുകം കൂടുതലായിട്ട് അറിയണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നേരിട്ടുള്ള ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചു, അതിലേക്കൊരു സീറ്റ് കിട്ടി, പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. വളരെ സന്തോഷം. കുറച്ച് പുതിയ അറിവുകളൊക്കെ, വാസ്തുശാസ്ത്രത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ആ ഒരു അറിവ് പകർന്ന് കിട്ടിയിട്ടുണ്ട്. അവാസ്തു വീട്ടിലിരിക്കുന്നവർ എപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും, സ്വാഭാവികം. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അതിനെ ഖണ്ഡിക്കുക, ഇതല്ല ശരി, ഇതാണ് ശരിയെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും പറഞ്ഞ് മനസ്സിലാക്കണം. കുറച്ച് വീടുകൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ നൈപുണ്യം ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ ഒന്നിനെ പരിശോധിക്കുകയും പരിശീലിക്കുകയും ചെയ്ത് വരുമ്പോൾ നമ്മളും അതേപോലെ ആയിത്തീരുമെന്ന് പറയുന്നില്ലേ. വാസ്തുവിനെ പരിശോധിക്കുകയും പരിശീലിക്കുകയും ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു വാസ്തുവിസ്റ്റായി മാറും, ഒരു ടെക്നീഷ്യനായി മാറും. ആ ടെക്നീഷ്യൻ ആവേണ്ട ബേസ് യോഗ്യത ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ബേസിക് ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണത് ഈ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബേസിക് ആയിരിക്കും, അപ്പോൾ അതിൻ്റെ മുകളിൽ അഡ്വാൻസ് പഠിച്ചാൽ മതി എന്നാണ് വിചാരിച്ച് വന്നത്. പക്ഷേ ക്ലാസ്സിലെത്തിയപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്കായിരുന്നു ക്ലാസ് സാർ എടുത്തത്. കാരണം ഫുള്ളായിട്ട് നമ്മൾ അഡ്വാൻസ് ലെവൽ വാസ്തുവാണ് ശരിക്കും ഇപ്പോൾ പഠിച്ചത്. പക്ഷേ സാറ് പറയുന്നത് ഇത് അഡ്വാൻസ് അല്ല, ഇത് ബേസിക്കാണെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് അത്രയും എന്താ പറയുക, ഷോക്കിംഗ് ആയി. അതുപോലെ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 2 ദിവസത്തെ ക്ലാസ്. പിന്നെയും കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു, എല്ലാവരെയും അനുഗ്രഹത്തോടു കൂടി, സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് നന്നായി പഠിച്ചു കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി ഒരു വാസ്തു സ്റ്റുഡൻ്റാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലോജിക്കലി സാറ് സംസാരിക്കുന്ന കാര്യങ്ങളായിട്ട് സബ്ജക്ട്സ് മാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഒരു ജെനുവിനായിട്ട് തോന്നി. പിന്നെ സാറിൻ്റെ ഒരു ബേസ് ഒരു അടിസ്ഥാനം, വളരെ കോറായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സാറിനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനൊരു ദൈവാധീനമായിട്ട് തന്നെ കാണുന്നു. ഇത് ശരിക്കും ഒളിക്കപ്പെട്ട ദേവസത്യങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ വന്ന് നേരിട്ട് ആ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുക എന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇതെന്നും എൻ്റെ ഒരു അസറ്റായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതായിരിക്കും. ആകസ്മികമായി സാറിൻ്റെ ചാനൽ കാണാനിടയാകുകയും എൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനും ചാനലിലൂടെ തന്നെ കണ്ട് കുറേ അറിവുകൾ സ്വീകരിച്ചു. സ്വന്തമായി തന്നെ ചാനലിൽ നിന്ന് കിട്ടിയ അറിവും സാറിനോട് ചോദിച്ച അറിവും വെച്ച് തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തി. ലൈഫിൽ നല്ല രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളും പിന്നീട് തുടർന്ന് സാറിൻ്റെ അത് ക്ലാസ് ഇങ്ങനെ അതും അടുത്ത ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ വെച്ച് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയതിനും വളരെ ഒരു ഭാഗ്യം ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ സാറിൻ്റെ ബ്ലോഗ് കാണുന്നത്. അങ്ങനെ സാറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ സാറിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന്
എൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളെ കണ്ടപ്പോൾ അവിടെ കുറേ സാറിൻ്റെ നിർദ്ദേശപ്രകാരം കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. മാറ്റങ്ങൾ വരുത്തി ഒരു 50% മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന ഒരവസ്ഥയിൽ നിന്നും ഞാൻ മോചിതനായി. അതിനുശേഷം സാറ് പറഞ്ഞ മുഴുവൻ വർക്കുകളും എനിക്ക് ഇതുവരെയായിട്ടും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അത് തീർക്കുന്നതിനിടയിലാണ് ഞാനിവിടെ ക്ലാസ്സിന് വന്നത്. ഇവിടെ ക്ലാസ്സിന് വന്നപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി എനിക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാസ്തുവിദ്യ കൊണ്ട് എനിക്കും അതുപോലെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള എല്ലാ ഒരു പ്രാപ്തിയും എനിക്കുണ്ടാകുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിന് എപ്പോഴാണ് വരുന്നത് എന്ന്. എപ്പോഴായിരിക്കും അടുത്ത ക്ലാസ്? അടുത്ത ക്ലാസ് അത് ഫെബ്രുവരി 14 ശേഷം, അല്ലെങ്കിൽ 14-15, അതൊരു സാറ്റർഡേ സൺഡേ എറണാകുളത്ത് വെച്ച് തന്നെയാണ് തിരിച്ചും. എറണാകുളത്ത് കയറി തന്നെയാണ് കൂടുതൽ എല്ലാവർക്കും വന്ന് എത്താൻ എറണാകുളം എടുപ്പമാകുന്നതുകൊണ്ട് എറണാകുളത്ത് വെച്ചാണ് നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഫെബ്രുവരി 14-15 ദിവസങ്ങളിൽ എറണാകുളത്ത് നമ്മുടെ വാസ്തു ക്ലാസ് 2 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിന് താഴെയുള്ള നമ്പറിൽ വിളിച്ച്, ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഈ വർഷത്തെ പ്രെഡിക്ഷൻസും പിന്നെ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് വാസ്തുവിനെ കുറിച്ചിട്ടുള്ള ടിപ്പിനായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു.